എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കണോ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു. എത്ര പെട്ടെന്നാണല്ലേ ഓരോ വർഷവും ഇങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അന്യനാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ആ സംഭവം തീർന്ന പോലെ തോന്നും. ആ ഒരു എന്താ പറയുക, ആ ഒരു ഒട്ടപ്പാച്ചിലും തിക്കും തിരക്കും ഇതൊക്കെ ഒറ്റ ഒരു ദിവസം കൊണ്ട് തീരും കേട്ടോ. ഇവിടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, തൃശ്ശൂരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥലത്ത് കിഴക്കുംപാട്ടുകര എന്ന് പറയും കേട്ടോ. മണ്ണുത്തി അടുത്താണ് കിഴക്കുംപാട്ടുകര എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്മാട്ടിക്കളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ദേശകുമ്മാട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചടങ്ങ് നടത്താറുണ്ട്. അപ്പോൾ അത് പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുമ്മാട്ടികളുടെ സെറ്റ് വരും. നമ്മളുടെ അവിടെ തന്നെ 2-3 സെറ്റിൻ്റെ കുമ്മാട്ടിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞാൽ ഉത്രാടം തൊട്ട് അല്ലെങ്കിൽ ഓണത്തിന് 10 ദിവസം മുന്നേ തൊട്ട് ആ ഒരു ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ബഹളമായിരിക്കും. കാരണം ഇതിൻ്റെ കുറേ പ്രിപ്പറേഷൻസ് മുന്നൊരുക്കങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ കുമ്മാട്ടി കളിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അതായത് ഇപ്പോൾ ചിങ്ങമാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഓളം മനസ്സിലുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഓണമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർന്നെന്ന് പറയുമ്പോൾ തന്നെ നെഞ്ചത്തൊരു വേദന വരുന്ന ഒരു ഫീലാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഓണം കഴിഞ്ഞ് ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പം അമ്മ വിളിച്ച് ഇങ്ങനെ ഓണത്തിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു, നിന്നെ എല്ലാവരും തിരക്കി എന്താ വരാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ലേ വരാമെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് കുട്ടികളുടെ എക്സാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആവണം. ഇപ്പം നമ്മൾ ഒരു എക്സാം അല്ലേ എന്നൊക്കെ വിചാരിച്ച് അതും വിട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവർക്ക് അതൊരു എന്താ പറയുക, അപ്പം എക്സാമിനൊക്കെ ഇത്ര വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ എക്സാമിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികളുടെ മനസ്സിലേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് കാര്യം ഇവർ 1ാം ക്ലാസ്സിലും 3ലും 4ലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പഠിപ്പ് അല്ലെങ്കിൽ എക്സാം എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോകാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച ലീവ് എടുത്ത് എനിക്ക് പോകേണ്ട വിരോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അത് ശരിയല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വഴിയില്ല. കാരണം ഞാൻ ആ വിഷയമല്ലല്ലോ സംസാരിച്ചത്. അപ്പം ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ ഓണക്കോടിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിങ്ങനെ എന്ത് കണ്ടന്റ് എടുത്തത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മെസ്സേജ് കണ്ടു. ചേച്ചി എവിടുന്ന കുർത്തിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്, ഇത് മുന്നേയും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുർത്തീസിൻ്റെ ഒക്കെ കളക്ഷൻ കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതൊരു കാരണമായില്ലേ. ഇപ്പം ഞാനൊരു 4-5 അടുത്തല്ലേ എടുത്തത്. എന്നാൽ പിന്നെ പഴയത് കാണിച്ചു തരാണ്ട് പുതിയത് ആദ്യം കാണിച്ചു തരാം എന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരാ എന്നോട് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. മെസ്സേജിൽ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. ആരാണെങ്കിലും പേര് ഓർമ്മയില്ലാത്തതാണ് കേട്ടോ മോളെ. അപ്പോൾ ഞാൻ ഇപ്പം എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ തൽക്കാലം കാണിച്ചു തരാം. എനിക്കങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നും ഇല്ല കേട്ടോ. ഓൺലൈൻ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അവിടെ പോയി കിടന്ന് ഇങ്ങനെ വരികിയിട്ട് അതും ഇതൊക്കെ വലിച്ചിട്ടിട്ട് തിരഞ്ഞെടുക്കുന്നതും അതിനു വേണ്ടി പുറത്ത് പോകുന്നതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ അങ്ങനെ അങ്ങോട്ട് എടുക്കാത്തത്. പിന്നെയും നമ്മൾ വീട്ടിലിടുന്ന പലാസോ പാൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും. അതല്ലാത്തതൊക്കെ ഒരുവിധം ഞാൻ കടകൾ കയറി ഇറങ്ങി എല്ലാം കണ്ട് തൃപ്തിപ്പെട്ട് ഇട്ട് നോക്കി അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എടുക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും പോയതെന്ന്. കാരണം ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച ഭൂമി ഒന്നും എനിക്ക് ഒരു സാധനം കിട്ടാറില്ല. എത്രയോ പ്രാവശ്യം പോയിട്ട് ഞാൻ എടുക്കാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ കിട്ടിയെങ്കിൽ എടുക്കും, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയില്ല, അതേപോലെ കിട്ടിയെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തുണിക്കടയിലേക്ക് പോയത് കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പം ഫീനിക്സിൽ പോകുന്നതാണ്. അവിടെ ആകുമ്പോൾ എല്ലാം കാണും. മാക്സും ട്രെൻഡ്സും ലൈഫ് സ്റ്റൈലും പാൻറ്റലൂണും എന്ന് വേണ്ട എല്ലാ ബ്രാൻഡഡ് ഷോപ്സും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോവാറുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ലോക്കൽ കടകളിൽ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കയറി നിരങ്ങിയിട്ടില്ല. നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാൻ തലകുട്ടിക്ക് ഒരു പ്രാവശ്യം പട്ടുപാവാട എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അതായത് നമ്മുടെ നാട്ടിലത്തെ ടൈപ്പ് ഓഫ് പട്ടുപാവാടയും ഇവിടുത്തെ പട്ടുപാവാടയും രണ്ടും 2 തരാണ്. നമ്മുടെ നാട്ടിൽ കുറേ ഞെറിയൊക്കെ ഇട്ട് സ്ട്രെയിറ്റിൽ ഞെറിയൊക്കെ ഇട്ട് നല്ല രസമായിട്ടല്ല തയ്ക്കുന്നത്. അല്ലെങ്കിൽ തയ്ച്ച് വെച്ചിട്ടുള്ളതാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അതിനൊരു എടുപ്പ് വേറെയാണ് കേട്ടോ കേരളത്തിലത്തെ പട്ടുപാവാടയ്ക്ക്. പക്ഷെ
ഇവിടത്തേന്ന് പറഞ്ഞാൽ ഞെറിയും കീറിയും ഒന്നും ഉണ്ടായിരിക്കില്ല. വെറുതെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു വള്ളിയും കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൊളുത്തും വെച്ച് ഒരു പാവാടിയും ബ്ലൗസും, അത് കാണുമ്പോഴേ നമുക്ക് എടുക്കാൻ തോന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കടകളിൽ, പക്ഷെ എനിക്കെന്തോ വലിയ തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം എന്താണെങ്കിലും നമുക്ക് ഇപ്രാവശ്യത്തെ ഓണക്കോടി നമ്മുടെ വീട്ടിലെല്ലാവർക്കും എടുത്തിട്ടുള്ള ഓണക്കോടി കാണാം. അപ്പം ഞാൻ ഫീനിക്സിൽ പോയിട്ട് എടുത്തതിനേക്കഴിഞ്ഞ് മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് എടുത്തിട്ടുള്ള ചുരിദാർ ആദ്യം കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഞാൻ ഇട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസ്, നമ്മളന്ന് ഷോപ്പിലൊക്കെ പോയി എൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇട്ട് കാണിക്കാനുള്ള സമയമില്ല, കാരണം വൈകുന്നേരം നേരം അവിടെ ആകെ ഇരുട്ടായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു രസം ഉണ്ടാവില്ല ഇട്ടിട്ട് കാണിക്കണ സമയം കേട്ടോ, ഇട്ട് കാണിച്ചാലേ. അപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചുരിദാറാണ്. ഇതെങ്ങനെയുണ്ട്? ഇത് വേറൊന്നും കണ്ടിട്ടല്ല, ഇതിൻ്റെ കളറ്, ഈ ഒരു കളർ കണ്ട് മാത്രം മോഹിച്ച് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ചുരിദാർ. ഇത് ആക്ച്വലി ഒരു ഫങ്ഷൻ വെയർ, ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാർട്ടി, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ചുരിദാറാണ് കേട്ടോ ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ, കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ സീക്വൻസിൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ ഇതിൽ നിറച്ചിങ്ങനെ പൊട്ടുപൊട്ടായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതെങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, വാഷിംഗ് ഒക്കെ കഴിയുമ്പോൾ. പിന്നെ താഴെ ഭാഗത്ത്, അതായത് ഈ ഒരു ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ, കണ്ടോ? താഴത്തേക്ക് വരുമ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും. വർക്കുണ്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ നിറയെ വർക്കുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. ഈ ഒരു ചുരിദാർ ഞാൻ എടുത്തിരിക്കുന്നത് എൽ സൈസാണ്. എൻ്റെ സൈസ് ശരിക്കും മീഡിയം ആണ് കേട്ടോ. പക്ഷേ ഇത് ചില ബ്രാൻഡുകൾ ഈ പറഞ്ഞ പോലെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ചുരിദാർ. കളർ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇതിൻ്റെ പാൻസ് കൂടിയുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ പാൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതിൻ്റെയും താഴെ ഭാഗത്ത് പാൻസിൻ്റെ അറ്റത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു ചെറിയ വർക്കൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? പിന്നെ മൊത്തത്തിൽ വർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിനകത്തും നിറയെ വർക്കാണ്, കണ്ടോ? ഇതിൻ്റെ ഷോളും ഈ പറഞ്ഞ പോലെ നിറയെ വർക്കായിട്ട്, ഇത് ത്രെഡും പിന്നെ കുറച്ച് സീക്വൻസും ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ്. ഈ രണ്ടറ്റത്തും ഇതേപോലെ പട്ട ഇങ്ങനെ വെച്ചിട്ടുള്ള വർക്കും വരുന്നുണ്ട്. ഇത് ഫുൾ ലെങ്ത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ. അറ്റത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഫുൾ ഇങ്ങനെയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊരു വെഡ്ഡിങ് പാർട്ടിക്ക് പോകണം, അല്ലെങ്കിൽ റിസപ്ഷൻ, ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ചുരിദാറാണ് കേട്ടോ ഇത്. ഞാൻ ഈ കളർ കണ്ടിട്ട്, എനിക്ക് ഈ കളർ ഒരുപാട് നാളായിട്ട് ഞാൻ എടുക്കണം, എനിക്ക് കിട്ടാത്ത കാരണം കൊണ്ട്. ചിലത് നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ കിട്ടില്ല അല്ലേ, ചില പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വിടും. അങ്ങനെ കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ എടുത്താണ്. ഇവിടുത്തെ ഒരു സാധാരണ കടയിൽ നിന്ന് ഞാൻ പോയിട്ട്, സാധാരണ കടയാണെന്ന് ചോദിച്ചാൽ ഒരു നല്ല ചുരിദാറുകൾ മാത്രം എടുക്കാൻ കിട്ടുന്ന ഒരു കടയിൽ പോയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ റോട്ടിൽ കൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ കണ്ടതാ, അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത്. ഷോപ്പിൻ്റെ പേരെന്താണെന്നറിയോ? പത്മശ്രീന്നോ അങ്ങനെ എന്താണ്ടാണ് ആ കടയുടെ പേര് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3100 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 2850, 2950 ആണോ 850 ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. 2850ക്കാണ് ഈ ചുരിദാർ എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 3100ൽ നിന്ന് ഒരു 10-250 രൂപ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ചുരിദാർ. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റിയൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇത്രയും റേഞ്ചിലുള്ള ചുരിദാറായ കാരണം കൊണ്ട് അത്ര നിസാരമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ തുണിയൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കളർ ഇളകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഒന്നല്ല, അതുകൊണ്ട് പേടിയൊന്നുമില്ല. പിന്നെ പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കുഞ്ഞു പൊട്ടുകൾ പോലത്തെ സാധനമായിരിക്കും മെയിൻലി പോകാൻ പോണത്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, വല്ല ഷാമ്പൂ വാഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഫങ്ഷൻ എന്തെങ്കിലും വരുമ്പോൾ ഇടാം എന്ന് വിചാരിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു ചുരിദാറിൻ്റെ സെറ്റ്. ഇപ്പം നാട്ടിലാണെങ്കിലും നല്ലൊരു ചുരിദാർ എടുക്കണമെങ്കിൽ ഒരു
എന്താ പറയുക, നല്ലൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ചുരിദാറുകൾ നമ്മൾ തപ്പി പോകുമ്പോൾ 3000 4000 ഒക്കെയാണ് റേഞ്ച് കാണിക്കുന്നത് കേട്ടോ, കല്യാണം ഇവിടെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇവിടെയും ഡ്രസ്സുകൾക്കൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോ അങ്ങനെയൊക്കെ പോയിട്ട് എടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റിയുടെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കളറ് കണ്ടെടുത്തിട്ടുള്ളൊരു മുതലാണ് കേട്ടോ ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രസ്സ്. ഇനി നമുക്ക് ഫീനിക്സിലേക്ക് പോവാം. ഫീനിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ കാണിക്കാം. അപ്പം അതിൽ ഈ ഒരു ഡ്രസ്സ്, ഇതൊരു കുർത്ത അല്ല, അനാർക്കലി പോലത്തെ ഡ്രസ് ചുരിദാറാണ് കേട്ടോ. ചുരിദാർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇതിന് പാൻറ്റും ഷോളും ഒന്നുമില്ല, ടോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു അനാർക്കലി ടൈപ്പാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1599, അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ റേറ്റ്. 1500 റേഞ്ചിലുള്ള ചുരിദാറാണ് കേട്ടോ ഇത്. ചുരിദാറല്ല, അനാർക്കലി പോലത്തെ ഒരു ടോപ്പ്. ഇത് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ എപ്പോഴും വരുന്നൊരു കളറാണ്. അപ്പോൾ ഇത് എല്ലാ ബ്ലാക്കും അല്ല, ചില ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്ലാക്ക് പലതരം ഉണ്ട് കേട്ടോ, ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ കുറേ തരം ഉണ്ട് കേട്ടോ. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത ഒരു ചുരിദാർ, പിന്നെയും ചുരിദാർ തന്നെ അനാർക്കലിയാണ്. പക്ഷേ അന്ന് ഇട്ട് നോക്കുമ്പോൾ ഞാൻ ആ ആവേശം കനുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന് അത്യാവശ്യം കനമുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മറ്റുള്ള ടോപ്പുകൾ ഇടുന്ന പോലെ വെയിറ്റ്ലെസ് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല, നമ്മൾ ഇച്ചിരി ഗുണ്ടുമായിട്ട് തോന്നും കേട്ടോ. പൊതുവേ അനാർക്കലി അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സുകൾ ഇടുമ്പോൾ നമ്മൾ കുറച്ച് തടിയുള്ള പോലെ തോന്നില്ല. അപ്പം അതേ ഒരു ഫീല് ഇതിടുമ്പോഴും നമുക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇന്ന കളറ് പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എപ്പോൾ പോയാലും ആകെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക്, ചുവപ്പ് ബ്ലാക്ക്, അല്ലെങ്കിൽ നീല, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ്. ഇപ്പോഴാണ് ഞാൻ കുറേയും കൂടി എല്ലാ കളേഴ്സും ഇടാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു തോന്നലാണ് കേട്ടോ, എനിക്ക് ആ കളറ് ചേരില്ല, ഈ കളറ് ചേരില്ല, അയ്യോ അതിട്ടാൽ ഞാൻ കറുത്ത് പോയി, ഇതിട്ടാൽ ഞാൻ കളർ എൻ്റെ ശരിയാവില്ല എന്നൊക്കെ പോകുന്നു. മെയിൻലി ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്തിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഒന്നും പിടിക്കാണ്ടാവും. നമുക്ക് ഏത് കളറും നമുക്ക് ചേരുന്ന കളർ തന്നെയാണ്. അത് ഇടുക എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ കോൺഫിഡൻസിനനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാ കളറും അങ്ങ് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാം നമുക്ക് ചേരും. എനിക്ക് പണ്ടൊരു വിചാരം ഉണ്ടായിരുന്നു, എനിക്ക് ലൈറ്റ് കളേഴ്സ് ഒന്നും ഒട്ടും ചേരില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ലൈറ്റ് കളർ ഇടുമ്പോൾ മുഖത്ത് കുറച്ചുകൂടി പെട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരത്തേട്ടനാണ് കേട്ടോ അതൊക്കെ എൻ്റെ അടുത്ത്, നീ എല്ലാ കളറും ഇട്, ഇന്ന കളർ മാത്രം നോക്കിയിരിക്കാതെ എന്നൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരാൾ ശരത്തേട്ടനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പതുക്കെ ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. കഥ പറഞ്ഞിരിക്കും. അപ്പം ഞാൻ ഈ ഒരു അനാർക്കലി പോലത്തെ ഒരു ചുരിദാർ കേട്ടോ. ഇതിൻ്റെ കൈയിൻ്റെ അറ്റം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ. ഞാൻ ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തായിരുന്നു, കാരണം എനിക്ക് മീഡിയം ആണ് സൈസെങ്കിലും എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അംബർല കട്ടൊക്കെ പോലെ കണ്ടോ, ഒരു ചുരിദാർ, ഒരു നോർമൽ ടോപ്പാണ് കേട്ടോ ഇത്. പക്ഷെ ഇതിനകത്ത് ലൈനിങ് ഒക്കെ ഉണ്ട്, അത് കാരണം കൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. ഓക്കെ, അത് ഒഴിച്ച് ബാക്കി ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇത് ഇട്ടിട്ടുള്ള എൻ്റെ ഒരു വീഡിയോൻ്റെ പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് കമ്മിങ് ടു നെക്സ്റ്റ്, നമ്മൾ എടുത്തത് പാൻറ്റലൂണിൽ നിന്ന് ഞാൻ എടുത്ത ടോപ്പ് കാണാം. ടോപ്പും പാൻസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ, ബോട്ടം ടോപ്പും അടങ്ങിയിട്ടുള്ളൊരു സെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് കളേഴ്സ് എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാറില്ലായിരുന്നു. പക്ഷെ ഇത് ഇട്ട അപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇട്ടപ്പം കാണാനായിട്ട്. നല്ല ഒതുങ്ങി നല്ല സ്ലിമ്മായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു പെലാസോ പാൻസും കൂടി ഉണ്ട്. നല്ല കണ്ടോ, നല്ല നീളമുണ്ട് കേട്ടോ, നല്ല പെലാസോ പാൻസ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1800 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ റേറ്റ് എന്നാണ് തോന്നുന്നത്. ഇപ്പം എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. മീഡിയം ആണ് എൻ്റെ സൈസ് കേട്ടോ. ഇതൊരു ടോപ്പും പാൻസും കൂടിയിട്ടുള്ളത്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ട് നിൽക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സൈഡിൽ അങ്ങനെ
കൊടുത്തേക്കാം. ഓക്കെ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിനെ ഇങ്ങനെ ആക്ച്വലി ഇതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ ഫുള്ള് ബട്ടൺസ് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആയിട്ട് കാണുമെന്ന് ചോദിച്ചാൽ ഇടുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ എടുത്ത് കാണുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ചും കാണില്ല. ഫ്ലോറൽ പ്രിന്റ് ആണ്, നല്ല കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്. കളറും അതെ നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ. ചെറുപയർ പച്ചയോ പിന്നെ എന്താ ഈ കളറിന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു പച്ച, വെള്ളയും പച്ചയും കൂടിയിട്ട്. പാൻസിൽ വെള്ള കളർ, അതായത് ഓഫ് വൈറ്റ് കളറാണ് കൂടുതലും എടുത്ത് നിൽക്കുന്നത്. പക്ഷെ ഈ ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കെട്ടും പൂട്ടൊക്കെ വെക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. വിസ്കോസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അത് വിസ്കോസ് ഞാൻ മുന്നേ എപ്പോഴും എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ ചൂടൊന്നും എടുക്കില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ്. ഇതാണ് അടുത്ത സെറ്റ്. അങ്ങനെ നമ്മൾ പതുക്കെ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടോ, ഇതൊരു സെറ്റ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു യാത്ര ചെയ്യുമ്പോഴോ പെട്ടെന്ന് ഒരു സിനിമയ്ക്ക് പോകുമ്പോഴോ ഒരു ഓഫീസ് വെയർ, ഡെയിലി വെയർ കൈൻഡ് ഓഫ് ഒരു സെറ്റാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഈ ഒരു കുർത്തി, ഐ മീൻ ടോപ്പും ബോട്ടവും അടങ്ങിയിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യും. നല്ല രസമുണ്ട്, നല്ല എലഗൻറ്റ് ലുക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സെറ്റ്. ഇനി വന്നിട്ട് ഞാനൊരു പാൻസ്, ഇത് മാക്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒരു നോർമൽ ബ്ലാക്ക് കളർ പെലാസോ പാൻറ്. ഞാനിപ്പോൾ കൂടുതലും പെലാസോ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതാണ് കുറച്ച് ബ്രീത്തബിൾ ആയിട്ട്, കുറച്ച് സുഖം, ഇടാനായിട്ട് കുറച്ച് സുഖം തോന്നുന്നത് ഇപ്പം പെലാസോ പാൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പെലാസോ പാൻസ് എടുത്തത്. ഇതിൻ്റെ അടിവശത്ത് ഇത് മാക്സിൽ നിന്ന് എടുത്തത്, വാഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അറിഞ്ഞൂടാ, ചുരുങ്ങുമെന്ന് അറിഞ്ഞൂടാ. മീഡിയം ആണ് സൈസ്. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു നെറ്റ് പോലെ ഇങ്ങനെ വെച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയാന്നറിയില്ല കേട്ടോ. തുണിയുടെ അറ്റത്ത് ഒരു ചെറിയൊരു വർക്ക്. ഓക്കെ, കാണാനായിട്ടും. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 599 or 499. 599 ആണെന്ന് എൻ്റെ ഓർമ്മ. ഓക്കെ, അങ്ങനെ ഒരു ബ്ലാക്ക് പാൻറ് മാത്രമാണ് ഞാൻ മാക്സിൽ നിന്ന് എടുത്തത്. മാക്സിൽ നിന്ന് എനിക്ക് മിക്കപ്പോഴും ഡ്രസ്സ് കിട്ടാറില്ല. എക്സെപ്റ്റ് നമുക്ക് വീട്ടിലൊക്കെ ഇടുന്ന കൈൻഡ് ഓഫ് കുർത്താസ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻ അങ്ങനത്തെ ഇതിനൊന്നും എനിക്ക് അങ്ങനെ അവിടെ നിന്ന് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാൻസ് മാത്രം, അതായത് ഈ പെലാസോ മാത്രം എടുത്തിട്ട് ഞാൻ മാക്സിൽ നിന്ന് പോന്നു. പിന്നെ ഞാൻ പിന്നെ എന്താ റിലയൻസ് കയറി വേറെ ടോപ്പ് എടുത്ത, ബ്ലാക്ക് ടോപ്പ് എടുത്തതും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ലൈഫ് സ്റ്റൈലിലേക്ക് പോയി. അപ്പോൾ കഴുത്തിറക്കുന്ന റേറ്റിലായിരുന്നു ഡ്രസ്സുകളുടെ വില വരുന്നത്. അപ്പം അത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് നോക്കിയില്ല. കാരണം എല്ലാം ബിബേഡയും അങ്ങനത്തെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ മുഴുവൻ, അയ്യോ നല്ല കൊതുക്, ബ്രാൻഡഡ് ഡ്രസ്സുകൾ മുഴുവൻ 4000, 3500 എബവ്, 4000, 5000, 6000 റേഞ്ചിലൊക്കെയാണ് റേറ്റുകൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അത്രയും പൈസ ഉണ്ടെങ്കിൽ വേറെ എനിക്ക് 2 ജോഡിയോ 3 ജോഡിയൊക്കെ എടുത്തൂടെ എന്ന് വിചാരിച്ചു. പിന്നെ കിട്ടുമ്പോൾ അങ്ങനെ എടുക്കും എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒന്നും നോക്കാറൊന്നുമില്ല. പിന്നെ അടുത്തത് ഞാൻ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് പിന്നെ ഒരു ടോപ്പ്. ഇത് ഞാൻ ഓൾറെഡി ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് വാഷ് ചെയ്തിട്ട് ഇതിപ്പോൾ മേലെന്ന് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ചുക്കിച്ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചേക്കാം. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇത് മീഡിയം ആണ് സൈസ്. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ ലൂസായിരുന്നു, മീഡിയം ഇട്ടപ്പോൾ. പിന്നെ ഞാനൊന്ന് അടിച്ചായിരുന്നു. ഇനിയിപ്പോൾ ആ അടിപ്പ് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലൈറ്റായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സ്. ഇതൊരു വീനെക്കായിട്ടുള്ള ഒരു കുർത്തയാണ്. ഡെയിലി വെയർ, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും, കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്ത. 799 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. 799 രൂപ. ഫ്ലോറൽ പ്രിന്റ്, ലൈറ്റ് കളറാണ്.
വി നെക്കാണ്. ഇത് കുറച്ച് നമുക്ക് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ പോർഷൻ, ഈ ഒരു ക്ലീവേജ് ഇല്ലേ, അത് കുറച്ച് കാണും ഇത് ഇടുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അതിട്ടിട്ടാണ് നിങ്ങൾ എന്നെ വീഡിയോ ഒക്കെ അകത്ത് കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടുമ്പേ നമ്മുടെ ഈ ക്ലീവേജ് കുറച്ച് അങ്ങോട്ടേക്ക് കാണിക്കും. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയൊന്നും ആരും അതങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ നാട്ടിലെന്നൊക്കെ പറയുമ്പം അതൊരു കുറ്റമായി മാറും. സ്ലീവ്ലെസ് ഇടുന്നതും കുറച്ച് വൈഡ് നെക്ക് ഇടുന്നതും കുറച്ച് ക്ലീവേജ് കാണുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി വയറൊക്കെ കണ്ടാൽ എന്തോ വലിയ പാതകം പോലെയൊക്കെയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഓക്കെ, അല്ലെങ്കിൽ അത് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ആരും ശ്രദ്ധിക്കില്ല കേട്ടോ. അവർ ഇതൊക്കെ കണ്ടും മടുത്ത്. അപ്പം കാരണം കൊണ്ട് ഇവിടെ ആരും അതൊന്നും നോക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും എന്തും നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിലല്ലേ നമ്മൾ ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പം എനിക്ക് ഇത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പൂക്കളിടുമ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പൂക്കളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിച്ചു ആമസോൺ. അപ്പോൾ നമ്മുടെ ഈ ക്ലീവേജ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേ ഈ ഒരു സംഭവം കണ്ടോ, രൂപം വേറെ എന്തോ പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഇത് ദേ നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ പോർഷനിൽ എവിടെയാണോ നമുക്ക് കവർ ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ വെക്കുക. നമ്മുടെ ബ്രാ ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു വള്ളീനെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പല അതായത് നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ വീതിക്കനുസരിച്ച് കേട്ടോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ. ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് കണ്ടോ ഇങ്ങനെ ലോക്കായി. ഇതിങ്ങനെ ഇവിടെ ഇരുന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ ഇതിനകത്ത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഓണത്തിന് ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ആ ഒരു കുർത്തിട്ടപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ഈ ക്ലീവേജ് കാണാണ്ടിരിക്കാനായിട്ട് ചെയ്തത് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 200 ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. 3 കളർ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതായത് ഇപ്പോൾ നമുക്ക് പല കുർത്താസ്, പല ഡ്രസ്സുകൾ, വീനെക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ചെസ്റ്റിന് ഈ ഭാഗം കാണുമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഇതൊക്കെ കോമൺ കളേഴ്സ് അല്ലേ, അതായത് ഈ ഒരു ക്രീം കളർ, പിന്നെ ബ്ലാക്ക്, വൈറ്റ്, ഇതൊക്കെ എന്തിൻ്റെ കൂടെയും മാച്ച് ചെയ്ത് പോകുന്ന സാധനമാണ്. അപ്പം അത് കാരണം കൊണ്ട് ഞാനിത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചത്. ഇത് തന്നെ പല കളർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിൻ്റെയൊക്കെ അതിൻ്റെ അടിയിൽ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഞാനിത് കോമൺ ആയ കാരണം ഇത് 3 ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഞാനൊരു കാണിച്ചു തരികയാണെങ്കിൽ ഇതിൽ തന്നെ ഫോട്ടോ ഉണ്ട്. ഇതുമ്പോൾ കാണിക്കണേ കഴിഞ്ഞ് നല്ലത് ഇതിൽ തന്നെ പിക്ചർ ഉണ്ട്. അതങ്ങ് ഞാൻ അടുത്തേക്ക് കൊടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് അടുത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിനുള്ള സാധനമാണ് ഇത്. ഈ ഒരു പിക്ചർ കണ്ടോ, ഇതിൽ കണ്ടോ ക്ലീവേജ് ഇങ്ങനെ കാണുന്നത്, അത് കവർ ചെയ്യാനാണ് ഇത്. ഈ വൈറ്റ് വെച്ചിട്ട് ഇവിടെ കവർ ചെയ്തു കണ്ടോ. ഇങ്ങനെ ലേസൊക്കെ ആയിട്ടുള്ള ഒരു തുണിയിട്ട ചെറിയൊരു സാധനം. ഓക്കെ, അത് കാണണ്ട എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് കവർ ചെയ്യാം. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിമൂവ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഒക്കെ ക്വിക്കായിട്ട് നമുക്ക് ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് സംഭവം കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തത്. പിന്നെ അടുത്തൊരു ടോപ്പ് വന്നിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഓണത്തിൻ്റെ വ്ളോഗിലിട്ട ഒരു ടോപ്പ് കേട്ടോ. ഈ ഒരു കുർത്ത, ഇത് ഒരു മെറൂൺ അല്ല, അങ്ങനെ ഒരു റെഡിൽ പെട്ട ഒരു മെറൂണിൽ പെട്ട ഒരു ഡ്രസ്സാണ്. കുറച്ച് നമ്മൾ ഡാർക്കൺ ചെയ്യും കേട്ടോ ഈ ഒരു കളറ്. എനിക്ക് അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഇത് നല്ല എന്താ പറയുക, നമ്മുടെ ഒരു ഓണം ആ ഒരു ഇതിനൊക്കെ ചേർന്ന് പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കണ്ടോ, ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു പ്രിൻറ്റും ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല ഒരു ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു പട്ടിൻ്റെ തുണി പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇതിന്. ഇടുമ്പോൾ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ. നല്ല ലൈറ്റ് വെയ്റ്റ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ്
ടോപ്പ്. ഓക്കെ, ഒരു 4-5 ഞാൻ എടുത്തായിരുന്നു. എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ 4-5 എടുത്തു. അത് അങ്ങനെയാണ്, ചില സമയത്ത് കിട്ടുമ്പോൾ അങ്ങ് ഒരുമിച്ച് എടുക്കും, ചിലപ്പോൾ പോകുമ്പോൾ ഒന്നും എടുക്കില്ല, അങ്ങനെയൊക്കെ. അപ്പം ഇനി അടുത്തത് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് കാണാം അല്ലേ. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ തനുക്കുട്ടിക്ക് ഞാൻ അന്ന് ഓണത്തിന് ഇട്ട ഒരു ചുരിദാർ പോലത്തെ ഒരു ഡ്രസ്സും പിന്നെ ഈ ഇതും പാൻറ്റലൂണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പാൻറ്റലൂൺ നല്ലതാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല രസകരമായിട്ടുള്ള ഡ്രസ്സുകളുണ്ട് കണ്ടോ. മെർമെയ്ഡിനെ പോലെ ഉണ്ട് എന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ 2 കളറുണ്ട്, ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇതിന് 999 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് എന്താ അറിയാലോ, ഓണത്തിന് അവള് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു എന്താ പറയുക, ഈ ഡ്രസ്സിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചുരിദാർ എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അല്ല, ചുരിദാർ നല്ല ഇതിനെ പറയാം കേട്ടോ. ഇങ്ങനെ പാൻസ് ഇതിങ്ങനെ പെലാസോ വന്നിട്ട് അറ്റത്ത് ഇങ്ങനെ ടക എന്ന് പറഞ്ഞിട്ട് കണ്ട ഇങ്ങനെ നല്ല പാവാട ഇട്ട പോലെ കിടക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ട് അവൾക്ക് എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ വീഡിയോൻ്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇത് ഒരെണ്ണം അവൾക്ക് ഓണത്തിന് എടുത്തതാണ്. പിക്കു അന്ന് ഓണത്തിനിട്ട ഡ്രസ്സ് പറഞ്ഞ പോലെ ദേ ഈ ഒരു കുർത്തിയാണ് പിക്കു അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിക്കു ഇതിട്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. വല്ല കല്യാണം ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഫെസ്റ്റിവൽ ആ ഒരു ലുക്ക് വരുന്ന ടൈപ്പ് ഓഫ് കുർത്ത കേട്ടോ. ഇതിനൊരു പാൻസും കൂടി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ക്രൈ എന്നാണ്. ആ ബ്ലൂ ചുരിദാറും പിന്നെ ഇതും നമ്മൾ ഫസ്റ്റ് ക്രൈ എന്നാണ് കുട്ടികൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരെണ്ണം പാൻറ്റലൂണിൽ നിന്ന് എടുത്തത്. ഇത് നല്ല രസമായിരുന്നു പിക്കു ഇട്ടപ്പോൾ, നല്ല രസം ഉണ്ടായിരുന്നു, നല്ല എന്താ പറയുക ലുക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ. ഇതിന് പാൻസും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് പിക്കു മോൻ്റെ ഡ്രസ്സ്. വേഗം കാണിക്കാം, ഇരുട്ടായി തുടങ്ങി. പിന്നെ അവർക്ക് ഓണക്കോടി കിട്ടിയത് എൻ്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് ഓണക്കോടി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഇതെൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തതാണ് കേട്ടോ. തനുക്കുട്ടിയുടെ ഉടുപ്പാണ്, നല്ല രസമുണ്ട്. കഴുത്തൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്ന കഴുത്ത്, ഫുൾ ലെങ്ത് ഇങ്ങനെ കൈയൊക്കെ ആയിട്ടുള്ള ഒരു ഉടുപ്പ്. ഇത് ഞാൻ ഇടുമ്പോൾ കാണിക്കാം, അവൾ ഇട്ടിട്ടൊന്നുമില്ല. ഇപ്പം നമുക്ക് അങ്ങനെ ഓണൊറ്റ ദിവസമല്ലേ ഉണ്ടായിരുന്നല്ലോ, അപ്പം അന്ന് അത് ഇട്ടു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഇത് ഡ്രസ്സ്. രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വലിയുന്ന ടൈപ്പ് ഓഫ് ഇതാണ്, വലിച്ചു നീട്ടണ്ട, ഇടുമ്പോൾ ആ പാകത്തിന് കിടന്നോട്ടെ. ഇത് ചേട്ടൻ അയച്ചു തന്നതാണ്. പിക്കുമോനും അതെ, പിക്കുവിനും ഒരു യെല്ലോ തന്നെയാണ് അയച്ചേക്കുന്നത്. അവന് കുറച്ച് ഓവർ സൈസാണ്. പിക്കു ഇച്ചിരി മെലിഞ്ഞില്ലേ, അവൻ പനിയൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. അപ്പം അവനിപ്പം അത് പാകമല്ല, ഒരു നെക്സ്റ്റ് ഇയറിലേക്ക് ഇടാനേ പറ്റുള്ളൂ. സൈസ് വലുതാണ് കേട്ടോ. ഇതിൻ്റെ 11 to 12 ഇയേഴ്സ്, അവനിപ്പോൾ 9 ഇയേഴ്സ് ആയിട്ടുള്ളൂ. സൈസ് ഇച്ചിരി ഓവർ സൈസാണ്, പക്ഷെ നമുക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അവൻ 9 to 10 ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം അവൻ സ്ലിമ്മായി പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഷർട്ടാണോ കുർത്തിയാണോ ദൈവമേ, ഇതും ഇങ്ങനൊരു പാൻസും ആണ് ചേട്ടൻ പിക്കുവിന് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു കാർഗോൻ്റെ ടൈപ്പ് ഓഫ് പാൻസ്. ഇനി നമുക്ക് ശരത്തേട്ടൻ്റെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ 1-2 മിസ്സിങ് ആണ്, ഓഫീസിൽ മുമ്പ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അല്ലാത്തത് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതൊരു ടീഷർട്ട്. ഇത് ഞങ്ങൾ എടുത്തത് LP ലൂയിസ് ഫിലിപ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതേ ഈ ഒരു ടീഷർട്ട്, നല്ല കളർഫുൾ ടീഷർട്ട് എടുക്ക് മനുഷ്യ എന്ന് പറഞ്ഞപ്പോൾ പോയി എടുത്തതാണ് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, ഇട്ട് നോക്കിയപ്പോൾ രസമുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. LPയിലത്തെ ഡ്രസ്സാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2999 രൂപയാണ് ഈ ടീഷർട്ടിൻ്റെ റേറ്റ് കേട്ടോ. ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ട്സും കാര്യങ്ങളും ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതിന് നല്ല റേറ്റ് ആയിരിക്കും. ഓരോ ബ്രാൻഡിനും ഓരോ തരാണ്. പക്ഷെ ഇപ്പോൾ പൊതുവെ നമ്മൾ നോക്കിയിട്ട്
എല്ലാ ഡ്രസ്സുകൾക്കും വില കൂടിയിരിക്കുകയാണ് കേട്ടോ. പണ്ടത്തെ പോലെയൊന്നല്ല, 2000-3000 ഒന്നും ഇല്ലാണ്ട്. എക്സെപ്റ്റ് ഇങ്ങനെ ഓൺലൈനൊക്കെ വില കുറവിനൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എന്തുമാത്രം നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനത്തെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ എടുക്കുമ്പോൾ ഷർട്ടിൻ്റെ ടീഷർട്ടൊന്നും അങ്ങനെ കേടാവാറില്ല, കളറ് പോവാറില്ല. അതൊക്കെ എത്ര നാൾ വേണമെങ്കിൽ ഇടാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇട്ടിട്ട് മടുക്കുമ്പോൾ മാത്രം ആർക്കെങ്കിലും കൊടുക്കും എന്നല്ലാണ്ട് ഇതായിട്ട് അങ്ങനെ കളർ ഇളകി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമെന്ന് ഇതുവരെയ്ക്കും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. LPയിലത്തെ ഡ്രസ്സുകൾ കേട്ടോ, ലൂയിസ് ഫിലിപ്പിലെ ഡ്രസ്സുകൾ. അപ്പം അങ്ങനെ ഒരു ടീഷർട്ടാണ് ഈ എടുത്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ട് അല്ലേ. നെക്സ്റ്റ് വന്നിട്ട് ഇതും LPയിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4000 രൂപ, 3999 രൂപയാണ് ഈ ഒരു ടീഷർട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. കണ്ടോ, എന്താ ഇത്ര വില എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംഫർട്ട്, ആ തുണി മെറ്റീരിയലിൻ്റെ സുഖം, അതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ബ്രാൻഡഡ് ടീഷർട്ടാണ്, അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കാണും കേട്ടോ. അപ്പോൾ ഇത് ഷർട്ടേട്ടിൻ്റെ ഒരു ടീഷർട്ട് LPയിൽ നിന്ന് എടുത്തത് കേട്ടോ. LPയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ എടുക്കാറ്. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആ കടയിൽ ഈ കടയിലൊക്കെ ഒന്ന് കയറി നോക്കുക എന്ന് ഞാൻ പറയും, അതുകൊണ്ട് മാത്രം കയറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഷർട്ടേട്ടിന് എപ്പോഴും LPയിൽ മാത്രമേ പോവുള്ളൂ. ഷർട്ട്സ് ആയിക്കോട്ടെ, അതായത് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടുന്ന ഇടങ്ങൾ നമ്മൾ കണ്ടുവെച്ച് പിന്നെ നമുക്ക് അവിടെ മാത്രം പോകാനേ തോന്നുള്ളൂ. പിന്നെ ഞാനാണ് നിർബന്ധിച്ചിട്ട്, കല്യാൺ നഗറിലെ LPയിലാണ് നമ്മൾ കയറാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാണ് നമുക്ക് ആ വാന്യൂസലിലൊന്ന് കയറാം, അപ്പുറത്തൊന്ന് കയറാം, ഇപ്പുറത്തൊന്ന് കയറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ അവിടെ ഒന്ന് കയറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വലിച്ചു കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നേരെ LPയിൽ പോവാ, അവിടെ എന്താ ഉള്ളത് എടുക്കുക പോരുക, ഇത്രയാണ് ചരിത്രം ചെയ്യുള്ളൂ കേട്ടോ. കൂടുതൽ കറങ്ങൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് അപ്പുറപ്പുറം ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും LPയിലെ ഡ്രസ്സാണ്, ടീഷർട്ടാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ഇത് ഇട്ടപ്പം. നെക്സ്റ്റ് വന്നിട്ട് ഇത് LP അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത് എവിടത്തെയാ, എവിടെ നിർത്തതാ, പീറ്റർ ഇംഗ്ലണ്ട്. ഓക്കെ, പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ കയറിയപ്പോൾ എടുത്തതാണ് ഈ ടീഷർട്ട് കേട്ടോ. ഇതും ഇപ്പോൾ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇടുമ്പോൾ ലുക്കുള്ളത് ഈ ഒരു ടീഷർട്ടിനാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, വൈറ്റ് കണ്ടിട്ട് ഞാൻ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് ഇട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല രസം. അപ്പം ഞാൻ തന്നെ അത് മാറ്റി പറഞ്ഞു, എടുത്തോ നല്ല രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 2299. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ടീഷർട്ട്, ഇത് ശരത്തിൻ്റെ ഒരു ടീഷർട്ട്, നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാൻ. നല്ല സുഖമാണ് കേട്ടോ, മെറ്റീരിയലും നല്ല സുഖം ഉണ്ടായിരുന്നു ഇട്ടപ്പം എന്ന് പറയും. അതായത് ഇട്ട് നോക്കുമ്പോൾ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതാണ് കേട്ടോ ശരത്തിൻ്റെ ടീഷർട്ട്. ഇതോടുകൂടി നമ്മളുടെ ഓണക്കൊടികൾ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് ശരത്തൻ ഓണത്തിൻ്റെ അന്ന് ഇട്ടത് കേട്ടോ. ഇതും LPയുടെ തന്നെയാണ്, ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ്ലി പ്രിൻ്റ് ആയ കാരണം കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇട്ടപ്പം കാണാനായിട്ട്. ഇത് തന്നെ 2-3 പ്രിൻ്റ് ഉണ്ടായിരുന്നു വൈറ്റിൽ, പക്ഷെ ഞങ്ങൾക്ക് ഇട്ടപ്പം നല്ല ഭംഗി തോന്നിയത് ഇതാണ്, അപ്പം അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂടാ നമ്മുടെ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ, ഇത്രേ ഉള്ളൂ എന്ന് നല്ല അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അഹങ്കാരം പറയാമെന്ന് വിചാരിക്കും ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഡ്രസ്സുകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് കുറച്ച് സന്തോഷമായിരിക്കും. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അങ്ങ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും bye.